الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനിലെ അമലുകൾ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഔദാര്യമായി നൽകിയ റമദാൻ അത് കഴിയുകയാണ്. ഈ കഴിഞ്ഞൊരു മാസക്കാലം വലിയ പവിത്രമാക്കപ്പെട്ട രാത്രിയും പകലുമായിരുന്നു. അത് അമലുകൾ കൊണ്ട് ഉപയോഗപ്പെടുത്തിയവൻ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെട്ടു. അതല്ല, മറ്റുള്ള 11 മാസം പോലെയാണ് ഈ ഒരു മാസത്തെയും ആരെങ്കിലും ചിലവഴിച്ചതെങ്കിൽ, പ്രത്യേകമായ ഇബാദാത്തുകളില്ല, പ്രത്യേകമായ ഒരു ശ്രദ്ധയില്ലാതെയാണ് ചിലവഴിച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് നഷ്ടപ്പെട്ടു. ഇനി എപ്പം അത് തിരിച്ചു കിട്ടുമെന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് പാപമോചനം ഓഫർ ചെയ്ത മാസമാണ്. ഈ മാസത്തിലൂടെ പാപമോചനം തൗബ കരസ്ഥമാക്കിയവൻ അവൻ വിജയിച്ചു. ഈ മാസത്തിൽ നരകമോചനം കരസ്ഥമാക്കിയവൻ അവനും വിജയിച്ചു. ഈ മാസം കഴിയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചവൻ അവനും വലിയ രീതിയിൽ വിജയിച്ചു. നേരെ തിരിച്ച് ഈ മാസം കിട്ടിയിട്ട് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടാത്ത അവസ്ഥയിലാണ് റമദാൻ അവസാനിക്കുന്നതെങ്കിൽ, നമുക്ക് നരകമോചനം ലഭിക്കാതെയാണ് റമദാൻ അവസാനിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നമ്മുടെ അമലുകൾ നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് പറയും, ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാക്കും, ഇതാ നിങ്ങളുടെ അമലുകളാണിത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തിയത്, അതനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട്. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്, ആ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബിൽ ആരാണോ ഖൈർ അധികമായിട്ട് കാണുന്നത് അവൻ അള്ളാഹുവിനെ സ്തുതിച്ചോളുക. അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ തൗഫീഖാണ്. വമൻ വജദ ഗൈറ ദാലിക്, അതല്ല, ആ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബിൽ ആരാണോ ശർറ് അധികമായി കാണുന്നത്, നന്മ കുറവായി കാണുന്നത്, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അല്ലാഹു പറഞ്ഞ വാക്കാണ്. ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക, വേറൊരു കാരണം അവൻ്റെ മുമ്പിൽ പറയാനില്ല. കാരണം ജീവിതത്തിൽ കുറേ ഇങ്ങനെയുള്ള റമദാനുകൾ അവന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നഷ്ടപ്പെടുത്തിയവൻ, അതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്തവൻ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ ഇന്ന് സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക, വേറൊരാളെ പറയാൻ കഴിയില്ല, വേറൊരു കാരണം അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ കഴിയില്ല. അള്ളാഹു അക്കൂട്ടരിൽ നിന്നും നഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റമദാൻ അത് വേണ്ടതുപോലെ ഉപയോഗിച്ച് നാളെ ആഖിറത്തിൽ ആ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷിക്ക് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിലെ രാത്രിയെ സംബന്ധിച്ച്, മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലുഹു, ആരാണോ ആ രാത്രിയുടെ ഖൈർ തടയപ്പെടുന്നത്, ആ രാത്രിയുടെ നന്മ ആർക്കാണോ ലഭിക്കാതെ പോകുന്നത്, അവന് ജീവിതത്തിൽ എല്ലാ ഖൈറും തടയപ്പെടും. ഒരു ഖൈറും പിന്നെ ജീവിതത്തിൽ ഉണ്ടാകൂല. ഒരിക്കലും റമദാൻ മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളത് റമദാൻ തീരാൻ. അതിൻ്റെ മുമ്പ് അള്ളാഹു റമദാനിലെ അടിമകൾക്ക് എന്തൊക്കെയാണോ വാഗ്ദാനങ്ങൾ നൽകിയത് അതെല്ലാം നേടിയെടുക്കുന്ന വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം പെടണം. നഷ്ടപ്പെടുത്തിക്കൂടെ പ്രിയപ്പെട്ടവരെ? ഇനി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്തൊരു റമദാൻ വരുമോ എന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അത് ഉപയോഗപ്പെടുത്തുക, ബാക്കിയുള്ള ദിനങ്ങളും ബാക്കിയുള്ള മണിക്കൂറുകൾ, സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക, നഷ്ടപ്പെടുത്താൻ പാടില്ല. പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ 3 കാര്യങ്ങൾ. 1,
പ്രിയപ്പെട്ടവരെ, എവിടെയാണെങ്കിലും തൗഹീദ് മുറുകെ പിടിക്കുക. തൗഹീദാണ് വിജയം. നമ്മൾ ജീവിക്കുന്നത് തന്നെ തൗഹീദിനാണ്. നമ്മുടെ മരണവും തൗഹീദിലാണ്. അതിന് ശേഷമുള്ള സന്തോഷവും ആഹ്ലാദവും തൗഹീദിലാണ്. അതില്ല ഖസ്റത് ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടത്തിലാണ്, ഭയങ്കര നഷ്ടത്തിലാണ്. കാരണം അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും നാളെ ആഖിറത്തിൽ മഹ്ശറിൽ തൗഹീദ് ഇല്ലാത്തവരോട് ഒരു കരുണയും അല്ലാഹു കാണിക്കൂല. ആരാണോ തൗഹീദിൽ ഒരു കളങ്കമേൽക്കാതെ ഒരു പോറലുമേൽക്കാതെ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്, അവന് മാത്രമാണ് വിജയം. എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്ങാനും തൗഹീദിൽ ആരെങ്കിലും കളങ്കം ചേർത്തിയാൽ, വെള്ളം ചേർത്താൽ, ഖസ്റത് ദുനിയ വൽ ആഖിറ, അവന്റെ ആഖിറവും ദുനിയാവും നഷ്ടത്തിലാണ്, നഷ്ടവാളിയാണ്. ആഖിറത്തിൽ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ഒരു കരുണയും അവൻ പ്രതീക്ഷിക്കേണ്ട. അള്ളാഹു കരുണയുടെ നോട്ടം അങ്ങോട്ട് നോക്കുകയുമില്ല തൗഹീദില്ലാത്തവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദ് മുറുകെ പിടിക്കുക. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അല്ലാഹു പറഞ്ഞ വാക്കാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ ശിർക്ക് ചെയ്യുന്നത്, തൗഹീദിനെ നശിപ്പിക്കുന്നത്, തൗഹീദിൽ വെള്ളം ചേർക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവൻ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവന്റെ ജീവിതത്തിൽ 1000 റമദാൻ ലഭിച്ചിട്ടും കാര്യമില്ല. തൗഹീദില്ലേ, തൗഹീദിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഹറമല്ലാഹു അലൈഹിൽ ജന്ന. പ്രിയപ്പെട്ടവരെ, നമ്മളെ അവസാനത്തെ ആഗ്രഹം എവിടേക്കാണോ നമ്മൾ ചെന്നെത്തേണ്ടത്, അതിനുവേണ്ടി ഈ പെടാപ്പാട് കൊടുന്ന് കഷ്ടപ്പെടുന്നു, അത് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കും. സ്വർഗം നിഷിദ്ധമാക്കുക മാത്രമല്ല, വമഅവാഹു അന്നാർ, കാലാകാലം കത്തിയാളുന്ന നരകത്തിലായിരിക്കും. അവിടുന്ന് ഒരു മോചനം അവനില്ല. മറ്റുള്ളവർ തൗഹീദിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, നല്ല തൗഹീദാണ്, തൗഹീദ് മുറുകെ പിടിച്ച് ജീവിച്ചവരാണ്. പക്ഷെ ജീവിതത്തിൽ അപാധകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അവൻ നരകത്തിൽ അവന്റെ ശിക്ഷ കഴിഞ്ഞ് പിന്നീട് സ്വർഗത്തിലേക്ക് എത്തും അള്ളാഹിന്റെ ഔദാര്യം കൊണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ശിർക്കെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തൗഹീദിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വമഅവാഹു അന്നാർ, കാലാകാലം കത്തിയാളുന്ന നരകത്തിലായിരിക്കും അവന്റെ സ്ഥലം. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ഒരാളും സഹായിക്കാനുണ്ടാവില്ല. ഇവിടുന്ന് അല്ലാഹു അല്ലാത്ത ആരൊക്കെയാണോ പ്രതീക്ഷിച്ചത്, ആരൊക്കെയാണോ വിളിച്ചത്, ആരോടൊക്കെയാണോ സഹായങ്ങൾ തേടിയത്, അവരാരും നാളെ സഹായിക്കാനുണ്ടാവില്ല. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അല്ലാഹുവിന്റെ പ്രസ്താവനയാണ്. നാളെ ആഖിറത്തിൽ തൗഹീദ് ഇല്ലാത്തവരെ സഹായിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യവുമല്ല, ഒരാളും അതിന് തയ്യാറാവില്ല. അത് പ്രിയപ്പെട്ടവരെ, തൗഹീദ് മുറുകെ പിടിക്കുക. തൗഹീദ് ഇല്ലേ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ബാത്തിലാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. വളരെ ഗൗരവമുള്ള വിഷയം. എവിടെയെങ്കിലും നമ്മുടെ തൗഹീദിൽ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ലയഹ്ബതന്ന അമലുക, നമ്മൾ ഈ ചെയ്തതൊക്കെ ബാത്തിലാണ്, എല്ലാം ബാത്തിലാണ്, ഒന്നും ഉപകാരപ്പെടൂല. അത് പ്രിയപ്പെട്ടവരെ, തൗഹീദ് മുറുകെ പിടിക്കുക. തൗഹീദിന് പ്രശ്നം സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ സൂക്ഷിച്ചതിൽ നിന്നും മാറി നിൽക്കുക. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. അടുത്തത് ബിദ്അത്തുകളെ ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ദീനായിട്ട് പഠിപ്പിച്ചത്, അത് ദീനായിട്ട് ആചരിക്കുക, അത് ദീനായിട്ട് കൊണ്ടു നടക്കുക. സഹാബാക്കൾ എന്താണോ ദീനായിട്ട് കാണിച്ചെന്നത്, അത് ദീനായിട്ട് സ്വീകരിക്കുക. അതല്ലാത്തതൊക്കെ ബാത്തിലാണ്. അന്ന് സഹാബാക്കള് ഏതൊരു കാര്യമാണോ ദീനായി പഠിപ്പിച്ചത്, അത് ഖിയാമത്ത് നാൾ വരെ ദീനാണ്. അന്ന് സഹാബാക്കള് ഏതൊരു കാര്യമാണോ ദീനല്ല എന്ന് പഠിപ്പിച്ചത്, അത് ഖിയാമത്ത് നാൾ വരെ ദീനല്ല. നമുക്ക് മാതൃക അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബാക്കളുമാണ്. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, എൻ്റെ സഹാബാക്കളുടെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കുക. അതിലാണ് വിജയം. ഒന്നും കുറക്കാനുമില്ല, ഒന്നും കൂട്ടാനുമില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതാ ഇന്നേ ദിവസം ഞാനിതാ ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിലൊന്നും കുറക്കാനില്ല, ഒന്നും കൂട്ടാനില്ല, എല്ലാം വേണ്ടതുപോലെ അതിലുണ്ട്. അതനുസരിച്ച് അമൽ ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, ബിദ്അത്തിനെ സൂക്ഷിക്കുക. ബിദ്അത്തിന്റെ ആൾക്കാർ പല രീതിയിൽ വരും. പൂർണ്ണമായിട്ടും സുന്നത്തല്ല എന്ന് ബോധ്യപ്പെട്ടത് പാടെ ഒഴിവാക്കുക, സുന്നത്തിൽ മാത്രം ജീവിക്കുക.
തൗഹീദ് മുറുകെ പിടിക്കുക, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ജീവിതത്തോട് ചേർക്കുക. എന്തൊക്കെ അമലുകളാണോ നാം ചെയ്യുന്നത്, നാളെ ആഖിറത്തിൽ പൂർണ്ണമായിട്ടും അത് ഉപകാരപ്പെടും. ഇല്ലേ, ഈ അമലുകളൊന്നും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടില്ല. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റമദാൻ തീരാൻ ഇനിയൊരു നമ്മുടെ ജീവിതത്തേക്ക് ഒരു റമദാൻ കിട്ടുമോ എന്നുള്ളത് അള്ളാഹുവിൻ്റെ എഴുത്തിന് അറിയാം. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ ദുആ ചെയ്യുക. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. എങ്ങാനും അള്ളാഹു സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞാൽ ചോദിക്കാൻ ആരുമില്ല, അള്ളാഹുവിനോട് പറയാൻ ആരുമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അള്ളാഹു ചോദിക്കപ്പെടുകയില്ല, മറിച്ച് വഹും യുസ്അലൂൻ, അവരാണ് ചോദിക്കപ്പെടുന്നത്, നമ്മളാണ് ചോദിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദുആ അതായിരിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ട്, നിന്റെ കരുണ ആഗ്രഹിച്ചിട്ട്, നിന്റെ സ്വർഗം ആഗ്രഹിച്ചിട്ട് എന്തൊക്കെയോ അമലുകൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. രാത്രി ദീർഘമായി നിസ്കരിച്ചിട്ടുണ്ട്, പകലിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും സദഖയും സക്കാത്തൊക്കെ നല്ലോണം നൽകിയിട്ടുണ്ട്. ഒന്നുമില്ല, നിന്റെ റഹ്മത്ത് ആഗ്രഹിച്ചു, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു. എന്നാൽ ആഖിറത്തിൽ നീ കരുണയുടെ നോട്ടം നോക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. നിന്റെ റഹ്മത്തായ സ്വർഗം നൽകണമെന്നുള്ള ആഗ്രഹമാണ്. പ്രിയ അല്ലാഹുവേ, അത് നീ നൽകാൻ ഗ്രഹിക്കണം റബ്ബേ. ഇതൊക്കെ നമ്മളിൽ നിന്നും നീ സ്വീകരിക്കണം റബ്ബേ. ഇനിയുള്ള ദുആ അങ്ങനെ ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനും അതിലുള്ള ഇബാദാത്തുകളൊക്കെ അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരടിമ റമദാനിൽ എങ്ങനെ ജീവിക്കണമെന്നാണോ അള്ളാഹു ആഗ്രഹിച്ചത്, ഇഷ്ടപ്പെട്ടത്, ആ രീതിയിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.